ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള കായംകുളത്ത് തുടക്കമായി. കൃഷ്ണപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മേളയുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. 2025 ഒക്ടോബർ 17, 18, 19 തീയതികളിൽ നടത്തപ്പെടും. കായംകുളം കൃഷ്ണപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കാര്യപ്രാപ്തിയുടെ കാര്യത്തിലും ആ കുട്ടികൾ വളരെ മുന്നിലാണ് നിൽക്കുന്നത്. അവരുടെ ആ കഴിവുകളുടെ ഉത്തമ നിദർശനമായിട്ടാണ് ഈ ഏഴാമത് ടെക്നിക്കൽ ശാസ്ത്ര സാങ്കേതിക മേളയിൽ പങ്കെടുക്കുമ്പോഴും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മികച്ച സംഘാടന വൈഭവം പ്രകടിപ്പിച്ച സംഘാടക സമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ടെക്നിക്കൽ സ്കൂളിൽ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളുകൾ 39 എണ്ണമാണ്. അതോടൊപ്പം തന്നെ IHRDയുടെ അധീനതയിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും കൂടി പങ്കെടുക്കുന്ന ഏഴാമത് ഓൾ കേരള സയൻസ് ആൻഡ് ടെക്നോളജി ഫെയർ ഉദ്ഘാടനം ചെയ്തതായിട്ട് സംഘാടക സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലകൾക്ക് വേണ്ടി മന്ത്രിക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഇപ്പോൾ 4 വർഷ കോഴ്സ് അടക്കം നമ്മുടെ ഡിഗ്രി കോഴ്സുകളെ നവീകരിച്ചുകൊണ്ട് പഠനത്തോടൊപ്പം ഒരു കരിയർ കൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ ചിന്തയ്ക്ക് മന്ത്രിയുടെ കാലത്താണ്, ഈ ഗവൺമെൻറ് കാലത്താണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പറയാതിരിക്കാൻ പറ്റുകയില്ല. ഞങ്ങളൊക്കെ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ മന്ത്രിയോട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, കൃത്യമായി നമ്മളറിയുകയൊന്നുമില്ല, അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ആ കാര്യങ്ങൾ MLAമാർ ചെന്ന് പറയുമ്പോഴും കൃത്യമായി അത് നടപ്പാക്കി തന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചികിത്സാ സഹായം, പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലാണ് ഡോക്ടർ ആർ ബിന്ദുവിനെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ്, THS സൂപ്രണ്ട് ഷിജു GR, ജനറൽ കോർഡിനേറ്റർ സിനിമോൾ KG, PTA വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.